നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടെന്നത് സർപ്രൈസ് ആണ്. അതെ ഗൈസ്, നമ്മളൊരു സ്ഥലം വരെ പോകണേ. എങ്ങോട്ടുള്ളത് പറഞ്ഞത് പോലെ തന്നെ സർപ്രൈസ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഇപ്പൊ കപ്സ ചോറുണ്ട്. ക്യാമറ ഓണാക്കാൻ ഒഴിവില്ലാതെ തുടങ്ങും ഓളോളോ. ഞാൻ പറയണില്ല. കപ്സച്ചോറ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഓളെ പേര് ഹഫ്സ എന്നാണ്. ഞങ്ങൾ എല്ലാവരും മോമന പേരായി കപ്സച്ചോറ് എന്ന് വിളിക്കും. മോമന പേരല്ല, ഒരു ഇരട്ട പേര്. ഒരു വോയിസ് ഓവർ കൊടുക്കാൻ പോലും സ്വൈര്യല്ലാന്നേ. ഇവിടെ അച്ചാണം കൊച്ചാണം വർത്തനാൻ പറഞ്ഞത് ഭയങ്കര തിരക്കുണ്ടാക്കലാണ്. ആയിക്കോട്ടെ, നമ്മളിന്ന് പോണ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ പെരിന്തൽമണ്ണ നെസ്റ്റോയിലാട്ടോ പോണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതപ്പൊ ഇവിടെ ഇത്രയും നേരം കടന്ന് വിട്ടിനത്. അല്ലെ, ഞങ്ങൾ ആദ്യമായിട്ട് പോണത്. അപ്പൊ ഞമ്മക്ക് അതിനായിട്ടുള്ളൊരു പുലിവൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ പോയി നേരെ ചുറ്റിക്കറങ്ങി കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പാർക്കിനേരേക്ക് പോയി. അവിടെ എത്തിയപ്പോ ചുറ്റോറും കാറുകൾ കണ്ടിട്ടേ എന്റെ അനിയനോട് പറയാനേ, അതെ, എന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ്. കുട്ടിക്ക് കാ പകരം താന്നാണ് എല്ലാ കാര്യങ്ങൾക്കും പറയുക. അതായത് കഞ്ഞിക്ക് പകരം തഞ്ഞി, കാക്കുവിന് പകരം താത്തു, കാക്കയ്ക്ക് പകരം താത്ത, അങ്ങനെ ഓരോ പേരുകളാണ്. എന്താലേ പരിചയക്കേടൊന്നും വേണ്ട. റോസ്കോപ്പായിട്ട് നമ്മളെ കപ്സ തന്നെയാണ്. വീഡിയോയിലുള്ള കപ്സ വിളിക്കുന്നുണ്ട്. നേരിട്ടാണെങ്കിലേ കിട്ടീന്നുള്ളത് രസമുണ്ട്. ഈ കുന്ത്രാടത്ത് കയറുമ്പോ ബെല്ലം പൊടിച്ച് നിൽക്കുന്നു. എങ്ങോട്ട് നീങ്ങാൻ കൂടിയും പേടിയായിരുന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് പറയാന്ന് നമുക്ക് ഒന്നും കൂടി പോയി വന്നാലോ, എവിടെയോളൊക്കെ കയറുമേ. വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പിന്നെ എന്ത് പണി പറഞ്ഞാലും പെണ്ണിനൊരു കുലുക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മോളെ കയ്യിൽ വലിയൊരു ഫാൻഡ കുപ്പിയല്ലേ. ഫാൻഡ കുപ്പിക്ക് ഓളെ താൻ കഴിയും, പക്ഷെ ഓളക്ക് ഫാൻഡ കുപ്പിനെ താൻ കഴിയില്ല തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്നും കാട്ടില്ല. -1 കാർ എടുത്തും കണ്ട് അപ്സിനെ നല്ലൊരു എളിയും കണ്ട് യാത്രയായി.